നമസ്കാരം. ചൈനയുടെ 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ ചെങ്ഡു J-20 ഇനി വെറും ഒരു ആകാശ പോരാളിയല്ല. ആധുനിക യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറ്റിമറിക്കുന്ന ഈ പറക്കം AI കമാൻഡ് സെന്റർ ആവുകയാണ് അതിന്റെ പുതിയ രൂപം. എന്തായാലും ഏകദേശം $120 മില്യൺ അമേരിക്കൻ ഡോളർ ചെലവിൽ വികസിപ്പിച്ചെടുത്ത ഈ സംവിധാനത്തിലൂടെ ഒരു ഒറ്റ മനുഷ്യ പൈലറ്റിനെ പരിധികൾ മറികടന്ന് കൃത്രിമ ബുദ്ധി നിയന്ത്രിക്കുന്ന ഡ്രോണുകൾ കൂട്ടങ്ങളെ ഏകോപിപ്പിക്കുന്ന കേന്ദ്ര ബിന്ദുവായി J-20 മാറുകയാണ്. ഭാവിയിലെ വ്യോമയുദ്ധം എങ്ങനെ ആയിരിക്കുമെന്ന് ലോക സൈനിക ശക്തികൾ ചർച്ച ചെയ്യുമ്പോൾ ചൈന അതിന്റെ പ്രായോഗിക മാതൃക തന്നെ ആകാശത്ത് പരീക്ഷിക്കുകയാണ്. ആദ്യകാലത്ത് J-20നെ അമേരിക്കയുടെ F-22 റാപ്റ്റർ, F-35 ലൈറ്റനിങ് സെക്കൻഡ് എന്നിവയ്ക്കുള്ള മറുപടിയായാണ് വിലയിരുത്തുന്നത്. എന്നാൽ ഇപ്പോൾ ചൈന സ്വീകരിച്ചിരിക്കുന്ന പുതിയ ആശയം വ്യത്യസ്തമാണ്. ഒരു യുദ്ധവിമാനം ഒറ്റയ്ക്ക് ശത്രുവിനെ ആക്രമിക്കുന്ന കാലം അവസാനിക്കുകയാണ് എന്നും പകരം ഒരു മനുഷ്യ പൈലറ്റിനെ നിയന്ത്രിക്കുന്ന ഡ്രോൺ സൈന്യം ആയിരിക്കും ഭാവിയിലെ യുദ്ധത്തിലെ നിർണായക ശക്തിയെന്നും ബീജിംഗ് മനസ്സിലാക്കിയിരിക്കുന്നു. അതിന്റെ ഭാഗമായാണ് J-20S എന്ന ഇരട്ട സീറ്റ് പതിപ്പ് വികസിപ്പിച്ചത്. ഈ J-20S വേരിയന്റിന്റെ മുന്നിൽ സീറ്റിലെ പ്രധാന പൈലറ്റും പിന്നിലെ സീറ്റിലെ പ്രത്യേകതയും യുദ്ധ നിയന്ത്രണ ഓപ്പറേറ്ററും ഉണ്ടാകുന്നു. രണ്ടാമത്തെ ഓപ്പറേറ്ററുടെ ജോലി വെറും നാവിഗേഷൻ സഹായമല്ല, മറിച്ച് ഡ്രോൺ കൂട്ടങ്ങളെ നിയന്ത്രിക്കൽ, ഇലക്ട്രോണിക് യുദ്ധം ഏകോപിപ്പിക്കൽ, ശത്രു റഡാർ നിരീക്ഷിക്കൽ, AI അധിഷ്ഠിത ലക്ഷ്യനിർണയം എന്നിവയാണ്. ഒരു രീതിയിൽ പറഞ്ഞാൽ യുദ്ധവിമാനത്തിനകത്തു തന്നെ ഒരു മിനി കമാൻഡർ സെന്റർ പ്രവർത്തിക്കുന്നത് പോലെയാണിത്. ഈ ആശയത്തിന്റെ ഏറ്റവും അപകടകരമായ ഭാഗമാണ് ലോയൽ വിങ്മാൻ സിസ്റ്റം. FH-97A, GJ-11 ഷാർപ്പ് സവേഡ് പോലുള്ള ആളില്ല യുദ്ധ ഡ്രോണുകൾ J-20നൊപ്പം ചേർന്ന് പറക്കും. ഇവ സാധാരണ നിരീക്ഷണ ഡ്രോണുകൾ അല്ല. സ്വതന്ത്രമായി ലക്ഷ്യങ്ങൾ തിരിച്ചറിയുവാനും റഡാർ വിവരങ്ങൾ ശേഖരിക്കുവാനും ആക്രമണ പാത തിരഞ്ഞെടുക്കുവാനും കഴിയുന്ന AI അധിഷ്ഠിത യുദ്ധ പ്ലാറ്റ്ഫോമുകളാണ്. മനുഷ്യ പൈലറ്റിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് അന്തിമ ആക്രമണം നടക്കുന്നത് എങ്കിലും യുദ്ധത്തിന്റെ ഭൂരിഭാഗം കണക്കുകൂട്ടലുകളും ഡ്രോണുകൾ സ്വയം നിർവഹിക്കുകയാണ്. ഒരു യുദ്ധ സാഹചര്യത്തിൽ ഇത് എത്രത്തോളം ഭീഷണിയാകുമെന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ പദ്ധതിയുടെ യഥാർത്ഥ ഗൗരവം മനസ്സിലാകുന്നത്. ഒരു J-20 മുന്നിൽ നിന്ന് നിയന്ത്രണം നൽകുമ്പോൾ അതിന്റെ ചുറ്റും 11ഓളം ഡ്രോണുകൾ വിവിധ ദിശകളിൽ നിന്നും ശത്രുവിനെ സമീപിക്കും. ശത്രുവിന്റെ ആക്റ്റീവ് ഇലക്ട്രോണിക്കൽ സ്കാൻ അറേ റഡാറുകൾ ഒരേ സമയം ഇത്രയും ഭീഷണികളെ തിരിച്ചറിയുവാനും ട്രാക്ക് ചെയ്യാനും ശ്രമിക്കുമ്പോൾ അവയുടെ പ്രതികരണ ശേഷി തകരാറിലാകും. അമേരിക്കൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ അതിവേഗം അത്യാധുനികമാകുമെങ്കിലും ഒരേ സമയം പല ദിശകളിൽ നിന്നും വരുന്ന സ്റ്റെൽത്ത് ഡ്രോണുകളെയും മിസൈലുകളെയും നേരിടുന്നത് അതീവ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇതിലൂടെ J-20 സ്വന്തമായുള്ള മറ്റൊരു പരിമിതി മറികടക്കുന്നുണ്ട്. സ്റ്റെൽത്ത് നിലനിർത്താൻ യുദ്ധവിമാനങ്ങൾ ആയുധങ്ങൾ പുറത്ത് ഘടിപ്പിക്കാറില്ല. അതുകൊണ്ട് തന്നെ അവയുടെ ആന്തരിക ആയുധ സംഭരണ ശേഷി പരിമിതമാണ്. എന്നാൽ ഡ്രോണുകൾ ഉപയോഗിക്കുമ്പോൾ പ്രധാന യുദ്ധവിമാനത്തിന് സ്വന്തം ആയുധങ്ങൾ സംരക്ഷിച്ചു വെക്കാം. ഉദാഹരണത്തിന് FH-97 പോലുള്ള ഡ്രോണുകൾക്ക് 8 വരെ എയർ ടു എയർ മിസൈലുകൾ വഹിക്കാൻ സാധിക്കും. അതായത് J-20 നേരിട്ട് മിസൈൽ തൊടുക്കാതെ തന്നെ ഒരു വലിയ മിസൈൽ ആക്രമണം നിയന്ത്രിക്കാൻ കഴിയുമെന്നത് സത്യം. ഒരു മനുഷ്യ പൈലറ്റിന്റെ തീരുമാനമാണ്, അതായത് ഒരു മനുഷ്യ പൈലറ്റിന്റെ തീരുമാനമാണ് ആക്രമണത്തിന് പിന്നിൽ എങ്കിലും യഥാർത്ഥ ആക്രമണ പ്രവർത്തനം നിർവഹിക്കുന്നത് റോബോട്ടിക് കൂട്ടമായിരിക്കും. ഇതിന്റെ മറ്റൊരു നിർണായക ഭാഗമാണ് സ്വയംഭരണ മാരകാത്മകത. യുദ്ധത്തിനിടയിൽ നിമിഷ നേരം കൊണ്ട് തീരുമാനങ്ങളാണ്, അതാണ് തീരുമാനം വിജയത്തിലെയും പരാജയവും തീരുമാനിക്കുന്നത്. മനുഷ്യ മസ്തിഷ്കത്തിന് ഒരേ സമയം ഇത്രയും വിവരങ്ങൾ വിശകലനം ചെയ്യാൻ പരിമിതിയുണ്ട്. എന്നാൽ ഒരു AI സംവിധാനങ്ങൾ സെക്കൻഡുകൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് ഡാറ്റ പോയിന്റുകൾ പരിശോധിക്കും. ശത്രുവിന്റെ റഡാർ സിഗ്നലുകൾ, മിസൈൽ ഗതിപഥങ്ങൾ, കാലാവസ്ഥ മാറ്റങ്ങൾ, ഇലക്ട്രോണിക് ജാമിംഗ് എന്നിവയെല്ലാം ഒരേ സമയം വിലയിരുത്തുകയും ചെയ്യും. എന്തായാലും ഇത് മനുഷ്യ പൈലറ്റിനെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും യുദ്ധവേഗത അസാധാരണമായി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വികസനത്തെ അമേരിക്കയും അതിന്റെ സഖ്യരാജ്യങ്ങളും വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് തായ്വാൻ കടലെടുക്ക് മേഖലയിൽ ശക്തി സന്തുലിതാവസ്ഥ തന്നെ മാറാൻ ഇത് കാരണമാകുന്നു എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. അമേരിക്കയുടെ വിമാനവാഹിനി യുദ്ധ കപ്പലുകളും ഇതുവരെ പസഫിക്കിലെ പ്രധാന ശക്തിയായിരുന്നു. എന്നാൽ നൂറുകണക്കിന് AI ഡ്രോണുകൾ ചേർന്നുള്ള ഒരു ചൈനീസ് വ്യോമ ആക്രമണം ഇത്തരം കപ്പൽ സേനകൾക്ക് വലിയ വെല്ലുവിളി തീർക്കുകയാണ്. ഓരോ ഡ്രോണിനെയും വീഴ്ത്താൻ വില കൂടിയ മിസൈലുകൾ ഉപയോഗിക്കേണ്ടി വരുന്നത്
ആക്രമണ ചെലവും പ്രതിരോധ ചെലവും തമ്മിലുള്ള അസന്തുലിത അവസ്ഥയെ അമേരിക്ക വലിയ പ്രശ്നമായി കാണുകയാണ്. ഇന്ന് ലോകം കാണുന്നത് വെറുമൊരു പുതിയ യുദ്ധവിമാനം മാത്രമല്ല, മറിച്ച് മനുഷ്യന്റെ നിയന്ത്രണത്തിലുള്ള കൃത്രിമ ബുദ്ധി സൈന്യത്തിന്റെ ആദ്യ പൂർണ്ണ രൂപമാണ്. അതുകൊണ്ട് തന്നെയാണ് J-20 ഇനിയൊരു ഫൈറ്റർ ജെറ്റ് മാത്രമല്ല, ഭാവി യുദ്ധങ്ങളുടെ പറക്കുന്ന ഡിജിറ്റൽ തലച്ചോറാണ് എന്ന് സൈനിക ലോകം വിശേഷിപ്പിക്കുന്നത്.